യാത്രാപഥത്തെക്കുറിച്ചൊരു സുവ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നമുക്ക് ക്ലേശം കൂടാതെ യാത്ര ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ സാധിക്കും. കൃത്യമായ നമുക്കൊരു സുവ്യക്തമായ ധാരണ നമ്മുടെ ജീവിത യാത്രാപഥത്തിലില്ലെങ്കിൽ നമുക്ക് അത്ര സുഖകരമായി യാത്ര ചെയ്ത് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ക്ലേശങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് സ്വാഭാവികമായി വന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് ചില ആൾക്കാരോട് നമ്മൾ വഴി ചോദിച്ചും വഴി അന്വേഷിച്ചും ചിലരെ ആശ്രയിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് സാധിക്കും. ആശ്രയിക്കേണ്ടവർ പറഞ്ഞതും കൂടി കേട്ടില്ലെങ്കിലോ? മനസ്സിലായില്ലേ? ആശ്രയിക്കേണ്ടവരെ കിട്ടുന്നത് തന്നെ അപൂർവമാണ്. ചിലപ്പോൾ ചില യാത്രയെ നമുക്കറിയാം, ചിലപ്പോൾ ചില സ്ഥലത്ത് നിന്ന് നമുക്ക് വഴി അറിയാതെ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരാളിനെ കിട്ടുന്നത്. ഒത്തിരി നേരം കാത്തു നിന്നിട്ടായിരിക്കും വഴി ചോദിക്കുക ഒരാളെ കിട്ടുന്നത്. ചിലരോട് നമ്മൾ വഴി ചോദിച്ചാൽ അയാൾ പറയും ഞാനും വേറൊരു വഴി അന്വേഷിച്ച് കിടക്കുകയാണ്. മനസ്സിലായില്ലേ? അയാളുടെ വഴി പോലും അയാൾക്കറിയാത്ത ആൾക്ക് നമ്മുടെ വഴി പറഞ്ഞു തരാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പോൾ ആ വഴി അറിയാവുന്ന ഒരാൾ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കി, വളരെ കൃത്യമായി മനസ്സിലാക്കി, കാരണം ഒരുപാട് കാത്തു നിന്നിട്ടാണ് അയാൾ വഴി പറയുന്ന ഒരാളിനെ കിട്ടിയത്. അപ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം എനിക്ക് മനസ്സിലായി, തലയും കുലിക്കായിട്ട് എണീറ്റ് പോയാൽ ചിലപ്പോൾ വീണ്ടും നമ്മൾ കിടന്ന് അലയേണ്ടി വരും. വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിട്ട് പോകണമെങ്കിൽ നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഒരു ജീവിത യാത്രയിലാണ്. ആ കാര്യം നമുക്ക് ഉറപ്പുണ്ടല്ലോ. നമ്മളെല്ലാവരും ഒരു ജീവിത യാത്രയിലാണ്. ഈ ജീവിതയാത്രയിൽ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് മോക്ഷമാണ്. പരമമായ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് മോക്ഷമാണ്. ആ മോക്ഷപഥത്തിലേക്കുള്ള യാത്രയിൽ മുന്നോട്ട് പോകുവാനാണ് ഭാഗവതം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഭാഗവതത്തിൽ നിന്നറിഞ്ഞ ഓരോ അറിവും നമുക്ക് വ്യക്തമായ പാതയെ കാട്ടിത്തരുന്നതാകണം. അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുമ്പേ പറഞ്ഞതുപോലെ ഏണിയും പാമ്പും കളിയിൽ പാമ്പിൻ്റെ വായിൽ അകപ്പെടുന്നത് പോലെ അകപ്പെട്ടാൽ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും പഴയ സ്ഥലത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ കൂടുതൽ സമയങ്ങൾ കറങ്ങേണ്ടി. ഇവിടെ ഭാഗവതത്തിൽ അങ്ങനെ ഒരു കഥ തന്നെയുണ്ട്. പാമ്പിൻ്റെ വായിൽ പെട്ടുപോയൊരു കഥ. ഏതാണെന്നറിയുമോ? പാമ്പെന്ന് പറയുന്നൊരു ഉദാഹരണത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭരതൻ എന്ന രാജാവ് ഭരതൻ എന്ന രാജാവ് ഭഗവാനെ നേടാൻ വേണ്ടിയിട്ട് തൻ്റെ രാജസുഖങ്ങളും മക്കളെയും അതുപോലെ തന്നെ സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ച് അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ ആശ്രമം കെട്ടി അവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് സന്ധ്യാവന്ദനാദി കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം സ്നാനത്തിന് വേണ്ടി നദിക്കരയിൽ എത്തിയപ്പോൾ അവിടെ ഒരു മാൻകുഞ്ഞിനെ ലഭിക്കാൻ നിമിത്തമായി. അതിൻ്റെ തള്ള മരണപ്പെട്ടു. അപ്പോൾ ആ കുഞ്ഞുമാന് അപകടമുണ്ടാകാതെ രക്ഷിക്കുക എന്ന ഒരു കരുണ വന്നു. എന്താ? ഇപ്പോൾ ഞാനിതിനെ ഇവിടെ ഉപേക്ഷിച്ചാൽ അത് മറ്റേതെങ്കിലും ജീവികൾ അതിനെ കൊല്ലുകയോ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അത് വെള്ളത്തിലേക്ക് ഈ നദിയുടെ തീരത്താണ്. ആ മാൻ അറിയില്ലല്ലോ വെള്ളത്തിൻ്റെ അപകടത എഴഞ്ഞെഴിഞ്ഞ് പോകുന്ന കണ്ടപ്പോൾ തൽക്കാലത്തേക്കൊന്ന് രക്ഷിക്കാം, പിന്നെ അതിനെ ഞാനങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നു. ആ എടുത്തുകൊണ്ട് വന്ന ഭരതൻ വീട്ടിൽ കൊണ്ടുവന്നു. 2-3 ദിവസം കഴിഞ്ഞ മാനത് നടക്കാറായപ്പോൾ അദ്ദേഹം അതിനെ വീണ്ടും കൊണ്ടുവന്ന് വിട്ടപ്പം വീണ്ടും അതെന്ത് ചെയ്ത് വെള്ളത്തിലേക്ക് നീങ്ങുന്ന കണ്ടു. അദ്ദേഹത്തിന് വീണ്ടും ഇത് വെള്ളത്തിൽ പോയി വീണാൽ ചത്തുവെന്ന് വെച്ചിട്ട് വീണ്ടും എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നീട് നോക്കിയപ്പം വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കാം. കാര്യം എന്താ? ഉപേക്ഷിക്കാതെ ഇതിനെ വെച്ചുകൊണ്ട് നടന്നാൽ ഇതിനോടൊരു മമത വരും. മമത വന്നാൽ പിന്നെ അതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്ത മാനസികമായൊരു അറ്റാച്ച്മെൻറ്റ് വന്നാൽ ദുഃഖമായി മാറുമെന്നുള്ളത് കൊണ്ട് പിന്നീട് ഇദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോയി. മറ്റൊരു വഴിയിൽ കൊണ്ടുപോയിട്ട് അതിനെ വെച്ചിട്ട് തിരികെ നടക്കുമ്പോൾ പെട്ടെന്ന് വലിയ ശക്തമായ ഇടിയും മിന്നലും ഒക്കെ വന്നു. കുറേ ദൂരം നടന്നു വന്നപ്പോഴത്തേക്ക് ഓർത്തത്, അയ്യോ ഇത്രയും വലിയ ഇടിയത്തും ഈ മഴയത്തും ഈ മിന്നലും ഒക്കെ താങ്ങാൻ അതിന് സാധിക്കുമോ? കാരണം ഞാനൊരു ദുഷ്ടത ചെയ്തുകൊണ്ടൊക്കെ സംരക്ഷിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്ന് ഈ മഴയത്ത് ഉപേക്ഷിക്കുമ്പോൾ അതിന് എവിടെയാണ് കയറി നിൽക്കാൻ സ്ഥലമുള്ളത്? എന്ത് ചെയ്തു? ഭരതൻ വീണ്ടും ഓടിപ്പോയി അതിനെ എടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം വേറൊരു ദിക്കിലേക്ക് കൊണ്ടുപോയിട്ട് ഈ മാനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് അദ്ദേഹം കുറച്ച് ദൂരോട്ടിങ്ങനെ നടന്ന് കുറേ ഒരു മലയുടെ മുകളിലോട്ട് കയറുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കി. ഇത്രയും ദിവസം കൂടെ ഉണ്ടായിരുന്നതാണല്ലോ. നമ്മളൊക്കെ അങ്ങനെയല്ലേ, കുറച്ച് ദിവസം ഒരുമിച്ചിട്ടൊക്കെ നിന്നിട്ട് പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക അറിയാതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവിടെ ഒരു പെരുമ്പാമ്പ്, ഈ മാന കൊണ്ട് കിടത്തിയ മരത്തിൻ്റെ മുകളിൽ ഒരു പെരുമ്പാമ്പ് തൂങ്ങിക്കിടക്കുന്നു. അയ്യോ, ആ പാമ്പിനി മാന വിഴുങ്ങിയാലോ? ഭരതൻ ഓടിച്ചെന്ന് എന്ത് ചെയ്തു? ഈ മാന വീണ്ടും അവിടെ നിന്നെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. അതിനടുത്ത ദിവസം
കുറേ നാളും കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഉപേക്ഷിക്കണമെന്ന് തീരുമാനമൊക്കെ എടുത്തു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാനിനെ കൊണ്ടുപോയിട്ട് വേറൊരു ദിക്കിൽ കൊണ്ടുപോയി. അങ്ങനെ ഓരോ ദിക്കിൽ കാടിൻ്റെ ഏകദേശം എല്ലാ സ്ഥലത്തും ആര് കൊണ്ടുപോകുന്നുണ്ട്? ഭരതൻ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയി കിടത്തിയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഭരതൻ കണ്ടത് ആ ദിക്കിലേക്കൊരു സിംഹം നടന്നു പോകുന്നു. ഭരതന് സ്വസ്ഥത പോയി. കാരണം സിംഹം ഇനി ആ മാനിനെ പിടിച്ചാൽ അല്ലേ അതും ഒരു ദുഃഖമാണ്. കാരണം ഭരതൻ വളരെ വേഗം ഒരു കമ്പൊക്കെ ഓടിച്ചുകൊണ്ട് ഓടിച്ചെന്ന്, കാര്യം സിംഹത്തെ അഥവാ ആക്രമിക്കാൻ വന്നത് എതിർക്കണമല്ലോ. രാജാവായതുകൊണ്ട് സിംഹത്തെ അത്ര വലിയ ഭയമൊന്നുമില്ല, യുദ്ധം ചെയ്തൊക്കെ പരിചയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്തു? ഈ മാനിനെ വീണ്ടും എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനെ പലതവണയായപ്പോൾ മാന് തോന്നി ഇദ്ദേഹം ഏതൊരു കളി കളിക്കുകയാണ്. മനസ്സിലല്ലേ? മാൻ ഈ പെരുമ്പാമ്പിനെയും കണ്ടിട്ടില്ല, സിംഹത്തെയും കണ്ടിട്ടില്ല. ഈ മഴയെക്കുറിച്ച് മാന് തോന്നിയത് ഈ കൊണ്ടുവന്ന് അവിടെ ആക്കുക, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓടി വന്ന് എന്നെ എടുത്തുകൊണ്ട് പോയി, ഇതൊരു കളിയാണെന്ന് വിചാരിച്ചു. പിന്നീട് ഇദ്ദേഹം ഇതൊരു മൃഗവും ഇല്ലാത്ത ഒരു ദിക്കിൽ കൊണ്ടുപോയി മാനിനെ നിർത്തി. മാനെ നിർത്തിയിട്ട് രാജാവ് തിരിച്ച് പർണശാലയിലേക്ക് എത്തുന്നതിന് മുമ്പ് മാൻ ഓടിഞ്ഞ് ഇവിടെ വന്നു. മാൻ്റെ ധാരണ എന്താ? ഇത് സ്ഥിരമായി നടക്കാം. നമ്മൾ കൊച്ചുങ്ങളായിട്ട് ഒരു കളിയിൽ ഏർപ്പെട്ടാൽ കുട്ടികൾ പിന്നെ എന്ത് ചെയ്യും? അതൊരു കളിയായിട്ടങ്ങ് എടുക്കും. ഇതുപോലെ മാൻ്റെ ഒരു ധാരണ, രാജാവ് എന്നെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആരാണ് ആദ്യം വരുന്നത്, ഫസ്റ്റായിട്ട് ആദ്യം ആരാണോ ആശ്രമത്തിൽ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് രാജാവ് എന്നെ അവിടെ കൊണ്ട് നിർത്തുന്നത്. ഈ രാജാവിനെ സംബന്ധിച്ചോളം മരത്തിനെയൊക്കെ ചുറ്റിയൊക്കെ വരണം. മാനെ സംബന്ധിച്ചോളം വള്ളിപ്പടർപ്പിൻ്റെ ഇടയിലൂടെയും ഒക്കെ നൂഴ്ന്ന് അത് വളരെ വേഗം ഓടി രാജാവ് വരുന്നതിന് മുമ്പ് പർണശാലയിൽ വന്നേക്കും, ഞാനാണ് ഇന്ന് ജയിച്ചതെന്ന് പറയും. ഭരതൻ എങ്ങനെയൊക്കെ കൊണ്ട് കളഞ്ഞാലും മാൻ ഓടി തിരിച്ചു വരും. പിന്നെ രാജാവിന് മനസ്സിലായി ഇനി കൊണ്ട് കളയാനൊന്നും പറ്റത്തില്ല, അവിടെ നിന്നോട്ടെ. കുറേ നാളങ്ങനെ നിന്നു. അവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ ഭഗവാനെ സ്മരിച്ച് മരിക്കാൻ ആഗ്രഹിച്ച ഭരതന് ദുഃഖം വന്നു. എന്താ? ഞാൻ മരിച്ചാൽ പിന്നെ ഈ മാന് ആരുണ്ട്? മനസ്സിലായില്ലേ? ഒന്നിനെക്കുറിച്ച് ഓർക്കാതിരിക്കാനാണ് ഭാര്യയും മക്കളെ അവർ ഉപേക്ഷിച്ച, സമ്പത്തും എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ വന്ന ഭരതന് ഒടുവിൽ മാനെക്കുറിച്ച് ഓർത്ത് അടുത്ത ജന്മത്തിൽ മാനായി ജനിക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? ഇവിടെയാണ് ഈശ്വരനെ പ്രാപിക്കാൻ പോയെടുത്തുനിന്ന് പാമ്പ് വിഴുങ്ങി വീണ്ടും താഴെ ഏണി പാമ്പിൻ്റെ കളിയെ പോലെ താഴെ വന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം. പറഞ്ഞ അർത്ഥം മനസ്സിലായോ? വീണ്ടും വന്ന് മാനായി ഒരു ജന്മം ജനിച്ചു. പിന്നീട് അടുത്ത ജന്മമാണ് ജഡഭരതനായി ജനിച്ച് 3 ജന്മം വേണ്ടി വന്നു ഭഗവാനെ നേടാൻ. എന്താ കാരണം? ആദ്യത്തെ ജന്മത്തിൽ ഏതാ പാമ്പിൻ്റെ വായിൽപ്പെട്ടു, അറ്റത്ത് വരെ ചെന്നാളാണ്, സന്യാസം വരെ സ്വീകരിച്ചു. അത്രയും ശ്രേഷ്ഠമായ കാര്യം ചെയ്തു. ഒരു പട്ടിക അപ്പുറത്തോട്ട് വീണായിരുന്നെങ്കിൽ, അപ്പുറത്തേക്ക് വീണായിരുന്നെങ്കിൽ രക്ഷപ്പെടായിരുന്നു. പക്ഷേ ഇപ്പുറത്തോട്ട് താഴെ വന്നു. പിന്നെ അവിടെ നിന്ന് 2 തവണ അല്ലേ കയറ്റം കയറിയിട്ടാണ് പിന്നെ ഭഗവാൻ 3 ജന്മം വേണ്ടി വന്നു. ഇതിനെയാണ് ബാധകവാസന എന്ന് ഭാഗവത്തിൽ പറയും. ബാധക വാസന. 2 തരം വാസനകളിലൂടെയാണ് ഈശ്വരനെ നേടേണ്ടത്. അതിലൊന്നാണ് ഭരതൻ്റെ, അതായത് ഒന്നിലധികം ജന്മം വേണ്ടി വരുന്ന അവസ്ഥ. മനസ്സിലായില്ലേ? എത്ര പരിശ്രമിച്ചാലും കർമ്മഫലം കൊണ്ട് ഒന്നിലധികം ജന്മം വേണ്ടി വരും നമുക്കൊക്കെ ഈശ്വരനെ നേടാൻ. ഒരു പക്ഷേ ഇനി ഒന്നിലധികം ജന്മം നിർബന്ധമാണോ? ആണോ? അല്ല. ചിലപ്പോൾ ഏണി കിട്ടിയാൽ ഈ ജന്മം മാത്രം മതി. മനസ്സിലായില്ലേ? ഈ ഒരൊറ്റ ജന്മം കൊണ്ട് തന്നെ ഏറ്റവും താഴെ നിന്ന് മുകളിലെത്താം. ഏറ്റവും മുകളിൽ നിന്ന് താഴെ പതിക്കുന്നത് പോലെ തന്നെ തിരിച്ച് കയറാനുള്ള വഴിയുണ്ട്. അതിനടുത്ത വാസനയുടെ കഥ ചേർത്ത് വെച്ച്, എന്താ? അജാമിള ചരിതം. മനസ്സിലായില്ലേ? ഇവിടെ ഭരതൻ ഭഗവാനെ നേടാൻ വേണ്ടി പരിശ്രമിച്ച് അങ്ങ് ഏറ്റവും അവസാനത്തെ സംഖ്യ വരെ പോയതുപോലെ പോലും എത്താത്ത ആളായിരുന്നു അജാമിളൻ. അജാമിളൻ ജീവിതത്തിൽ കുട്ടിക്കാലത്ത് കുറച്ച് നല്ല കാര്യമൊക്കെ പഠിച്ചെങ്കിലും കൂട്ടുകെട്ടുകൊണ്ട് അജാമിളൻ മോശക്കാരനായി മാറി. ഇവിടെ ഭാഗവതം പലതവണ ആവർത്തിച്ചു പഠിപ്പിക്കുന്ന ഒരു തത്വമാണ് ദുർജന സംസർഗം പാടില്ല. നമ്മളിനി എത്ര നല്ല വ്യക്തിയാണെങ്കിലും, മനസ്സിലായില്ലേ, നമ്മളിനി എത്ര നല്ല സ്വഭാവം പഠിച്ച് മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചാലും നമ്മൾ സഹകരിക്കുന്ന കൂട്ടുകാർ ദുർജനങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതം നശിക്കാൻ അതുമാത്രം മതി. പറഞ്ഞതിനർത്ഥം മനസ്സിലായില്ലേ? ദുർജന സംസർഗം സജ്ജനങ്ങൾ വിഷത്തേക്കാൾ അപകടകരമായി കാണണം. കാളകൂട വിഷത്തിന് തുല്യമാണ് ദുർജന സംസർഗം. കാരണം നമ്മൾ തെറ്റ് ചെയ്യണമെന്നില്ല, അവർ ചെയ്യുന്ന തെറ്റിൻ്റെ പേരുദോഷവും നമുക്ക് വന്നു ചേരും. മനസ്സിലായില്ലേ? നമ്മൾ കൂട്ടുകൂടുന്നൊരു മോശപ്പെട്ടവനോടാണെങ്കിൽ അവൻ കാണിക്കുന്ന തെറ്റിൻ്റെ കൂട്ടം ആർക്ക് വരും? നമുക്ക് വരും. കാരണം എന്താ? ഇവനിൻ്റെ അവൻ്റെ കൂടെ ഉള്ളവനാന്ന് പറയും. അപ്പോൾ ഇവനും ആ സ്വഭാവം ഉണ്ടെന്ന് പറയില്ലേ? മനസ്സിലായില്ലേ? അപ്പം ദുർജന സംസർഗം പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം എന്നുള്ളത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി സജ്ജനങ്ങളാണ് കൂട്ടുവരുന്നതെങ്കിലോ? മനസ്സിലായില്ലേ? സജ്ജനങ്ങൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം കൂട്ടുകാർ വേണ്ടെന്നല്ല. സജ്ജനങ്ങളാണ് കൂട്ടുകാരാവുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യവുമാണ്.
മനസ്സിലായില്ലേ? ഏറ്റവും വലിയ ഐശ്വര്യമാണ് നല്ല വ്യക്തികളുമായിട്ടുള്ള സഹവാസം. നമ്മുടെ നാട്ടിൽ തന്നെ പറയുന്നൊരു പഴഞ്ചൊല്ലില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനും അതിൻ്റെ സൗരഭ്യം ഉണ്ടാവും അല്ലേ? അതുപോലെയാണ് നല്ല ജനങ്ങളോട് സഹകരിച്ചാൽ അവരുടെ നല്ല ഗുണങ്ങൾ അറിയാതെ നമ്മളിലും വന്നു ചേരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നേരെ തിരിച്ചാണെങ്കിലോ, ഇനി മുല്ലപ്പൂവിന് പകരം വല്ല മാലിന്യക്കൂട്ടത്തിലാണ് ഈ കല്ല് കിടക്കുന്നതെങ്കിലോ അതിൻ്റെ മാലിന്യത്തിൻ്റെ ദുർഗന്ധം ആർക്കുണ്ടാവും? കല്ലിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദുർജന സംസർഗം ഒഴിവാക്കണം. നമ്മളിവിടെ ഭഗവാൻ കൃഷ്ണൻ്റെ ചരിതം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി പഠിക്കേണ്ട രണ്ട് കഥാപാത്രമാണ് കൃഷ്ണനും അർജുനനും. മനസ്സിലായില്ലേ? കാരണം ഭഗവാൻ ഏറ്റവും പ്രധാനമായ ജ്ഞാനോപദേശം കൊടുത്തത് ആർക്കാ? അർജുനനാണ്. ബാഹ്യസ്വരൂപത്തിലെ ജ്ഞാനോപദേശം കർമ്മബന്ധിതമായി കിട്ടിയത് അർജുനനാണ്. ഭഗവാന്റെ 2 ഗീതകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു ഗീത എല്ലാവർക്കും പരിചയമാണ്, അതാണ് ഭഗവത്ഗീത അല്ലേ? അത് ഏത് ഗ്രന്ഥത്തിലാണ് പ്രകീർത്തിക്കപ്പെടുന്നത്? ഭഗവത്ഗീത പ്രകീർത്തിക്കുന്ന ഏത് ഗ്രന്ഥത്തിലാ? ഭഗവത്ഗീത പ്രകീർത്തിക്കുന്ന ഏത് ഗ്രന്ഥത്തിലാ? മഹാഭാരതത്തിലാണ്. മഹാഭാരതത്തിൽ ഭീഷ്മപർവ്വതത്തിലാണ് ഭഗവത്ഗീത പ്രതിപാദിക്കുന്നത്. യുദ്ധമൊക്കെ മഹാഭാരതത്തിലാണ് വർണ്ണിക്കുന്നത്, കുരുക്ഷേത്ര യുദ്ധമൊക്കെ വിശാലമായി വർണ്ണിക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഭഗവത്ഗീതയെങ്കിൽ ഭാഗവതത്തിലൊരു ഗീതയുണ്ട് ഭഗവാന്റെ. അത് കുറേ കൂടെ ജ്ഞാനഗീതയാണ്. മറ്റേത് അർജുനനെ കൊണ്ട് കർമ്മം ചെയ്യിക്കാനാണ്, അല്ലേ? അർജുനൻ ചെയ്യേണ്ട കർമ്മം ചെയ്യാതിരുന്നുകൊണ്ട് കർമ്മപ്രേരിതമായി കൊടുത്ത ഗീതയായിട്ട് നമ്മളെല്ലാം കർമ്മത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നമ്മൾ കർമ്മത്തിലും ജ്ഞാനത്തിലും കൂടെയും ഭഗവാനെ പ്രാപിക്കാമെങ്കിലും കൂടുതൽ ആൾക്കാർ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്? കർമ്മത്തിലാണ്. കാര്യം ജ്ഞാനത്തിൻ്റെ പാത തിരഞ്ഞെടുക്കാൻ കുറേയധികം പ്രയത്നം ആവശ്യമാണ്. പെട്ടെന്ന് അങ്ങോട്ട് പിടുത്തം കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. അത്രയും ശ്രദ്ധ കൊടുക്കണം. അപ്പോൾ അത്ര കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ ഉള്ള മാനസിക ജയം നേടാത്തത് കൊണ്ട് നമ്മൾ കൂടുതൽ ആൾക്കാർ അതിലേക്ക് പോവും, കർമ്മത്തിലേക്ക് പോവും. എന്തെങ്കിലും ചെയ്തുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് പോവുക, അങ്ങനെ ഒരു രീതിയുണ്ട്. ഇവിടെ രണ്ടാമത്തെ ഗീത ഭാഗവതത്തിലാണ്. ഭാഗവതത്തിൽ പറയുന്ന ഗീത ഉദ്ധവ ഗീതയാണ്. ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവർക്ക് ആത്മജ്ഞാനത്തെ പകരുന്ന ഒരു ഉപദേശമുണ്ട് ഭഗവാന്റെ. 21 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. അതൊരു ഭഗവാന്റെ ഗീത തന്നെയാണ്. ഇത് രണ്ടിൻ്റെയും വ്യത്യാസം, ഒന്ന് വ്യാവഹാരിക ലോകത്തെക്കുറിച്ചാണെങ്കിൽ ഒന്ന് പരിപൂർണമായും പാരമാർത്ഥിക സത്യത്തെക്കുറിച്ചിട്ടാണ്. മനസ്സിലായില്ലേ? കാരണം ഉദ്ധവർ ജ്ഞാനിയാണ്. ഉദ്ധവരുടെ പാത എന്താ? ജ്ഞാനത്തിൻ്റെ പാതയാണ്. അർജുനൻ്റെ പാത എന്താ? കർമ്മത്തിൻ്റെ പാതയാണ്, അല്ലേ? ഇനി അർജുനനും ഭഗവാനെയും കൂടി നമ്മൾ എടുത്തു നോക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒരർത്ഥത്തിൽ അർജുനൻ, അല്ലേ? ബന്ധുവാണ്, സുഹൃത്തുമാണ്. ഇവിടെ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെത്തി ഗീതോപദേശം നടക്കുന്ന വേളയിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ഉണ്ട്. എന്താ ടേണിംഗ് പോയിൻ്റ്? അതുവരെ സുഹൃത്തായിരുന്ന ഭഗവാനെ അർജുനൻ ഗുരുവായി സ്വീകരിക്കുകയാണ്, അല്ലേ? സുഹൃത്തെന്ന നിലയിലാണ് അർജുനൻ ആദ്യം അവിടെ ഇരുന്നുകൊണ്ട് കുറേ വാദഗതികളൊക്കെ പറയുന്നത്. എനിക്ക് യുദ്ധമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഗാണ്ഡീവമൊക്കെ കയ്യിൽ നിന്ന് തളർന്നു പോകുന്നു, ശരീരമൊക്കെ കുഴയുന്നു, അതുകൊണ്ട് ഞാൻ വല്ല സന്യാസമൊക്കെ സ്വീകരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ ഇളക്കമൊന്നുമില്ല. ഭഗവാൻ ഇന്നൊരു മറുപടി കിട്ടണം അർജുനന്. തൻ്റെ മനസ്സിൻ്റെ ആവലാതി മുഴുവൻ നമ്മൾ നമ്മുടെ സുഹൃത്തിനോട് പറയുന്നത് എന്തിനാ? നമുക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളിനോട് നമ്മൾ മനസ്സിൻ്റെ ദുഃഖങ്ങളൊക്കെ പറയുന്നത് എന്തിനാ? വെറുതെ അയാൾ കേൾക്കാൻ വേണ്ടിയിട്ടാണോ അതോ ഒരു മറുപടി കിട്ടാൻ വേണ്ടിയിട്ടാണോ? നമുക്കൊരു മറുപടി അയാളിൽ നിന്ന് കിട്ടാൻ, ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നില്ലേ? അർജുനനും അതുപോലെ തന്നെ തൻ്റെ മനസ്സിൻ്റെ എല്ലാ അവസ്ഥകളെക്കുറിച്ചും പറഞ്ഞു, തൻ്റെ വാദഗതികളെല്ലാം പറഞ്ഞു, അക്കമിട്ട് നിരത്തി. ഈ യുദ്ധത്തെക്കാളും നല്ലത് സന്യാസമാണെന്നൊക്കെ പറഞ്ഞു. മനസ്സിലായില്ലേ? അവനവൻ്റെ കർമ്മപാതയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു കർമ്മപാതയെ സ്വീകരിക്കാനുള്ള മൗഢ്യം വരെ ആര് കാട്ടി? അർജുനൻ കാട്ടി. ഈ സമയത്ത് ഭഗവാൻ അർജുനനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? നിന്റെ കർമ്മമാണ് നീ ചെയ്യേണ്ടതെന്ന് പറയുകയും അർജുനനെ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ? ക്ലൈബ്യം മാസ്മകമപ്രാർത്ഥ നൈതത്വയുപതിതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വക്ത ഉത്തിഷ്ഠ പരന്ധവ. അല്ലയോ അർജുന, നിനക്ക് ഈ ശുദ്രമായ ഹൃദയ ദൗർബല്യം എവിടെ നിന്നാടാ വന്നത്? നാണം കെട്ട അവസ്ഥയല്ലേ നീ ഇപ്പോൾ നിൽക്കുന്നത്? അകീർത്തികരമായ അവസ്ഥയിലല്ലേ നീ നിൽക്കുന്നത്? കീർത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് നീ എങ്ങനെ എത്തപ്പെട്ടു? നിന്റെ ശ്രേയസ് മുഴുവൻ ഇവിടെ തകരാൻ പോവുകയാണ്.
നിന്റെ ദൗർബല്യങ്ങളെ നീ എന്ത് ചെയ്യണം? വലിച്ചു എറിയുക, ഉപേക്ഷിക്കുക. നിന്റെ ദൗർബല്യങ്ങളെ നീ കൊണ്ടു നടന്നാൽ, ആ ദൗർബല്യങ്ങൾ നിന്റെ ജീവിതത്തിൻ്റെ സ്വഭാവമായി സ്വീകരിച്ചാൽ, ആ ദൗർബല്യങ്ങളിലൂടെ നീ എന്തായി മാറും? യശസ്സില്ലാത്തവനായി മാറും. ഇത് അർജുനനോട് മാത്രമല്ല, നമ്മളോടെല്ലാവരോടും ഭഗവാൻ പറയുന്ന ഒരു തത്വമാണിത്. അതുകൊണ്ടാണ് ഗീതയിൽ ഏറ്റവും കൂടുതൽ സമയം ഭഗവാൻ അർജുനനെ വിളിക്കുന്നത് പാർത്ഥ 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 എന്നാണ്, അല്ലേ? എന്താ പാർത്ഥ പാർത്ഥ എന്ന വാക്കിൻ്റെ അർത്ഥം? പൃഥ്വിയുടെ പുത്ര, ഭൂമിയുടെ പുത്ര. മനസ്സിലായില്ലേ? ആ വാക്കിൻ്റെ വിളിയിൽ നമ്മളും എല്ലാവരും പെടും, ഒറ്റ വാക്കിൽ. മനസ്സിലായോ? നമ്മളെല്ലാവരെയും പെടുത്തിയിരിക്കുക. നമ്മളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങൾ എപ്പോഴാണോ വലിച്ചെറിയാൻ നമുക്ക് സാധിക്കുന്നത്, ആ സമയത്ത് മാത്രമേ നമുക്ക് യശസ്സുള്ള കർമ്മത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അല്ല ദുർബലതകളെല്ലാം വെച്ചിട്ട് ഭഗവാനെ ഞാൻ ഇങ്ങനെയായിപ്പോയി ഇത് കരഞ്ഞുകൊണ്ട് നടന്നാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് കരച്ചിൽ മാറില്ല. മനസ്സിലായില്ലേ? ഭഗവാൻ അർജുനനോട് പറഞ്ഞ കരയുക എന്നത് ഭീരുവിൻ്റെ ലക്ഷണമാണടാ. കരയുന്നതൊരു ഭീരുവിൻ്റെ ലക്ഷണമാണ്. കരയാനല്ല പഠിക്കേണ്ടത്, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ. തിരമാല നിനക്ക് മുകളിൽ വന്നാൽ ആ തിരമാലയ്ക്ക് മുകളിൽ നിനക്ക് കയറി നിൽക്കാൻ സാധിച്ചാൽ, മനസ്സിലായില്ലേ, ലോകത്തിനു മുമ്പിൽ നിന്റെ ശിരസ് ഉയർന്നു നിൽക്കും. അങ്ങനെയുള്ള വീര്യത്തോടുകൂടി ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യശ്രേഷ്ഠന്മാർ പറയും, ക്ഷേത്രങ്ങൾ കരയാനുള്ള സ്ഥലങ്ങളല്ല. ക്ഷേത്രങ്ങളിൽ പോയി ഭഗവാനെ മുമ്പിൽ കിടന്ന് നമ്മൾ കരഞ്ഞു കാണിക്കാൻ പാടില്ല. ഭഗവാനെ ഞാൻ ഇങ്ങനെയായി പോയി, അയ്യോ അയ്യോ എന്ന് വിളിച്ചാൽ നാളെ കൂടുതൽ വിളിക്കേണ്ടി വരും. കാരണം എന്താ? നിങ്ങളിൽ ആ സമയത്ത് ഏത് ഭാവമാണോ ഉള്ളത് അത് വർദ്ധിക്കുകയാണ് ക്ഷേത്രത്തിൽ പോകും ചെയ്യുന്നത്. പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ലേ? പുതിയ ഒന്നിനെ നമ്മളിലുള്ളത് മാറ്റി പുതിയ ഒന്നിനെ ഭഗവാൻ തരികയല്ലേ. ഭഗവാൻ ഒരു എനർജിയെ തരുന്നത്, നിലവിലുള്ളതെന്തോ അതിനെ പ്രകാശിപ്പിക്കും, കൂടുതൽ ജ്വലിപ്പിക്കും. നിങ്ങളിപ്പോൾ ഓൾഡറിനകത്ത് ഒരു ചുമപ്പ് കളറുള്ള ബൾബ് എടുത്ത് ഫിറ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്വിച്ച് ഇട്ടാൽ അതിലേക്ക് കറണ്ട് വന്നാൽ പ്രകാശത്തിന് എന്ത് കളറായിരിക്കും? ചുമപ്പായിരിക്കും. നിങ്ങളത് ഇളക്കി മാറ്റിയിട്ട് പച്ച കളർ ഇട്ടാലോ അത് പച്ചയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ നിങ്ങളിൽ എന്തുണ്ടോ അതിലേക്കൊരു എനർജി വന്ന് അതിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ക്ഷേത്രത്തിലെത്തുമ്പോൾ ആനന്ദത്തോടുകൂടി ഭഗവാനെ തൊഴുതണം. ഭഗവാനെ തൊഴുന്നൊരു നല്ല ഭക്തൻ്റെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാവണം. മനസ്സിലായില്ലേ? ആനന്ദത്തോടെ സ്വീകരിക്കണം. ഭഗവാനെ വരവേൽക്കാനാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? അവിടെ ഒരിക്കലും നമ്മൾ നമ്മുടെ മനോവ്യവഹാരത്തെ താഴ്ത്തിക്കൊണ്ട് പോയാൽ ആ താഴ്ചയുടെ അളവ് കൂടും. ഞാനൊരു നല്ലൊരു ഉദാഹരണം, ദേവന്മാരും അസുരന്മാരും ഈശ്വരനെ തപസ് ചെയ്തിട്ടില്ലേ? ഉണ്ടോ? പുരാണങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു കഥ വെച്ചിരിക്കുന്ന? അസുരന്മാർ ഭഗവാനെ തപസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇവിടെ നമ്മളതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താ? ഏതെങ്കിലും ഒരു അസുരൻ ഭഗവാനെ ദർശിച്ചതിന് ശേഷം നല്ലവനായി മാറിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല, നിലവിലുള്ളതിനേക്കാൾ മോശക്കാരനായിട്ടുണ്ട്. ശരിയല്ലേ? ഭഗവാനെ ദർശിച്ചതിന് ശേഷമാണ് ഇവന്മാർ ഏറ്റവും വലിയ അഹങ്കാരികളായി മാറുന്നത്. എന്താ കാരണം? ഇവർ ഭഗവാനെ ദർശിക്കുമ്പോൾ ഇവരുടെ മനോവ്യവഹാരം നല്ലതല്ലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാന്റെ എനർജി കൊണ്ട് എന്ത് ചെയ്തു? ആ മോശപ്പെട്ട അവസ്ഥ വർദ്ധിച്ചു. ദേവന്മാർ കാണുമ്പോഴോ അവർ മനഃശുദ്ധിയോടാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ കഴിവ് വർദ്ധിച്ചു. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ പുരാണങ്ങളിൽ ചേർത്ത് വെക്കുന്നത് എപ്രകാരമായിരിക്കണം നമ്മുടെ ആരാധനകളെന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ നമ്മുടെ ആ ഭാവങ്ങളിൽ ഇവിടെ പറഞ്ഞു വന്നത് സുഹൃത്ത് എന്നുള്ള തലത്തിൽ നിന്നാണ് ഇവിടേക്ക് വരെ വന്നത്. നമുക്ക് അവിടേക്ക് തന്നെ തിരിച്ചെത്താം. ഇവിടെ അതുവരെ സുഹൃത്തായി കണ്ടിരുന്ന ഭഗവാൻ അർജുനൻ്റെ ദുഃഖങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അർജുനനോട് പിന്നെ ഭഗവാനും അർജുനനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഒരു ഗുരുശിഷ്യ ഭാവത്തിലാണ് അല്ലേ? ഭഗവാൻ ഉപദേശിക്കുന്നു, ഗുരുവായ അറിവ് പകർന്നു കൊടുക്കുന്നു. അർജുനന് അതിൽ സംശയമുള്ളത് വീണ്ടും ചോദിക്കുന്നു, വീണ്ടും ആര് പറഞ്ഞു കൊടുക്കും? ഭഗവാൻ അങ്ങനെ പറഞ്ഞ് അർജുനനെ ജ്ഞാനസ്വരൂപത്തിനോട് ഉയർത്തിക്കൊണ്ടുവന്ന് ശരിയായ പ്രവൃത്തിയിലേക്ക് എത്തിച്ചു. ഈ ഒരു വഴി കാട്ടിക്കൊടുക്കുന്ന, അറിവ് പകർന്നു കൊടുക്കുന്ന ആളല്ലേ യഥാർത്ഥത്തിലെ ഗുരു അല്ലേ? അപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് ഗുരുവായി മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും നല്ല സുഹൃത്തുക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം?
നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തു തരുന്ന ആളല്ല നല്ല സുഹൃത്തുക്കൾ. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടാണ് സുഹൃത്തുക്കളെ സ്വീകരിക്കുന്നത്. അവരെ വിചാരം അച്ഛനും അമ്മയും അറിയാതെ പോലും ഏത് തെറ്റ് ചെയ്താലും എനിക്ക് ആരുണ്ട്, കൂട്ടുകാരുണ്ട്. മനസ്സിലായില്ലേ? ഒരു പരിധി കഴിയുമ്പോൾ കൈമലർത്തി അവർ വഴിയിലിട്ടിട്ടു, അത് വേറൊരു സത്യം. പക്ഷേ അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റിയെന്ന് പറ്റുമോ? അത് വളരെ അപകടമായിപ്പോവും. ഈ പലകയ്ക്കകത്ത് ആണി അടിച്ചു കഴിഞ്ഞിട്ട് ആണി എത്ര ഊരിയാലും ഈ ആണിയെ അടിച്ചതിൻ്റെ പാട് അവിടെ കാണും, പലകയിലുണ്ടാവും. ഇനി വേറെ എന്തെങ്കിലും വെച്ച് അടച്ചാൽ പുറമേ പാട് കാണത്തില്ലെങ്കിലും അതിൻ്റെ ആണി അടിച്ചപ്പോഴുള്ള ആഘാതം കൊണ്ടുള്ള ആ കേട് പലകയുടെ ഉള്ളിൽ കാണത്തില്ലേ? ഇതുപോലെയാണ് ജീവിതവും. മനസ്സിലാവുന്നുണ്ടോ? ആ ജീവിതത്തിൽ പല വീഴ്ചകൾ പറ്റിയിട്ട് നമ്മൾ പുറമേ അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ആഘാതം ഉള്ളിലുണ്ടാവും. അത് വിട്ടുമാറുന്നത് വളരെ പ്രയാസമാണ്. അപ്പോൾ ഒരു നല്ല സുഹൃത്ത് എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല ആവേണ്ടത്. പിന്നെയോ ഒരു നല്ല ടീച്ചറെ പോലെ തെറ്റ് കണ്ടാൽ തിരുത്തുന്ന വ്യക്തികളായി മാറണം. ഈ ഒരു ഭാവത്തിൽ നമുക്ക് ഒരു നല്ല സുഹൃത്തിൻ്റെ സങ്കല്പം ഭഗവാനി കാണാം. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കേണ്ടത്. ശരി, ഇവിടെ പറഞ്ഞു, ഇവിടെ ഭരതന് പറ്റിയ അപജയത്തിൻ്റെ കാരണം പറഞ്ഞു, മമത വന്നു. ഇനി മറുഭാഗം നമ്മൾ നോക്കുമ്പോൾ അജാമിളൻ കുട്ടിക്കാലത്ത് നല്ല വിദ്യകൾ പഠിച്ചു, പക്ഷേ അവസാനം കൂട്ടുകാർ മോശമായതുകൊണ്ട് ജീവിതത്തിൽ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി. അങ്ങനെ പോയ അജാമിളൻ ഒരു അവസരം കിട്ടി, ഒരു ഏണി കിട്ടി. എന്താ ഏണി? 10ാമത്തെ മകന് ഒരു മഹാത്മാവ് വീട്ടിൽ വന്നപ്പോൾ അജാമിളനില്ലാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്നി ആവശ്യപ്പെട്ടത് കൊണ്ട് ആ മഹർഷി നാരായണൻ എന്നൊരു പേരിട്ടു. മനസ്സിലായില്ലേ? ആ നാരായണൻ എന്ന പേരിട്ട് ആ മകനോട് ഏറ്റവും ഒടുവിലത്തെ മകനായതുകൊണ്ട് വാത്സല്യം കൂടിയതുകൊണ്ട് എപ്പോഴും നാരായണ നാരായണ എന്ന ഏത് കാര്യത്തിനും മോനെ വിളിക്കും. എല്ലാ കാര്യത്തിനും ഒപ്പം മോനെ കൂട്ടും. മനസ്സിലായില്ലേ? എല്ലാ കാര്യത്തിനും മോനെ കൂട്ടി, എല്ലാ കാര്യത്തിലും മോനെ വിളിക്കും. എന്ത് കിട്ടിയാലും അതിൻ്റെ ഒരു പങ്ക് മകന് കൊടുക്കും. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോയി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ അജാമിളന് മരണക്കിടക്കയിൽ കിടക്കുന്ന സമയത്ത് കാലപാർഷദന്മാർ അവരുടെ കുരുക്ക് കഴുത്തിലിട്ട് മുറുകുന്ന സമയത്ത് തൊട്ടടുത്ത മുറിയിൽ മകനിരിപ്പുണ്ട്. ആ വേദന വന്നപ്പോൾ മകനെ ഒന്ന് വിളിക്കാൻ ഇച്ചിരി ദാഹം കൊണ്ട് എല്ലാം കൂടി കുടിക്കാനുള്ള ദാഹം വന്നു, തൊണ്ടയൊക്കെ വരളൂ എന്നാണ് പറയുന്ന ആ അവസ്ഥയിൽ. ഇതിന് എന്താ അവസ്ഥ നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ, അവസ്ഥയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്തത് കൊണ്ടതും അറിയില്ല. എങ്കിലും ആ അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അപ്പം ഈ സമയത്ത് മകനെ വിളിക്കാൻ വേണ്ടി നാവ് ഉയർത്തി ആ വാതിൽപ്പടിയുടെ അപ്പുറത്തിരിക്കുന്ന ആ വാതിലിലൂടെ ഇരിക്കുന്ന മകനെ കണ്ടുകൊണ്ടാണ് വിളിച്ചതെങ്കിലും ഈ കയറിൻ്റെ മുറുക്കം കൊണ്ടത് മരണവെപ്രാളമായി മാറിയപ്പോൾ വിളിച്ച നാമം മകൻ്റേതാണെങ്കിലും സ്മരണയിൽ ആര് വന്നു? ഈശ്വരൻ വന്നു. സാക്ഷാൽ നാരായണനെക്കുറിച്ച് ഓർത്തു. ആ സമയത്ത് വിഷ്ണു പാർഷദന്മാർ വന്ന് കാലപാർഷദന്മാരിൽ നിന്ന് ആരെ രക്ഷിച്ചു? അജാമിളനെ മോചിപ്പിച്ചു. അജാമിളന് ഭഗവാന്റെ നാമം അന്ത്യകാലത്ത് ഉച്ചരിക്കാനും ഭഗവാനെ സ്മരിക്കാനും സാധിച്ചു. ഭാഗവതം അതാണല്ലോ പറഞ്ഞു, അന്ത്യകാലേ നാരായണ സ്മൃതി. അതിനാണ് പരീക്ഷത്വമൊക്കെ ഇരിക്കുന്നത് ഭാഗവതം കേൾക്കാൻ. ആ അവസ്ഥയിൽ സ്മരിച്ചത് കൊണ്ട് അജാമിളന് സദ്ഗതിയുണ്ടായി. അപ്പോൾ ഒരു ജന്മം കൊണ്ട് തന്നെ ഇത്രയും അവസ്ഥയിലേക്ക് പോയെങ്കിലും അജാമിളന് ഉയരാൻ സാധിച്ചു. അജാമിളൻ എന്ത് കിട്ടി? ഒരു ഏണി കിട്ടി മേളിൽ കയറാൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ആ ഒരു ജന്മം കൊണ്ട് തന്നെ സദ്ഗതി വന്നപ്പോൾ അജാമിളന് ഒരു വാസന അജാമിളനിലൂടെ പഠിപ്പിക്കുകയാണ്. ഏത്? മുമ്പേ പറഞ്ഞു ബാധകവാസന എന്ന് പറഞ്ഞു ഇല്ലേ? ഒരു വാസന, ഒന്നിലധികം ജന്മം വേണ്ടത്. ഇവിടെ സാധകവാസന എന്ന് പറയും. മനസ്സിലായില്ലേ? അതായത് ഒരൊറ്റ ജന്മം കൊണ്ട് തന്നെ കിട്ടുന്നത്. അപ്പം ഈ 2 തരം വാസനകളിൽ ഏതെങ്കിലും ഒരു വാസനയിൽ നമ്മൾ എന്ത് ചെയ്യണം? പിടിമുറുക്കിയേക്കണം. ഏറ്റവും നല്ലത് ഈ ജന്മത്ത് തന്നെ കിട്ടാൻ പരിശ്രമിക്കുക. ഒരുപക്ഷെ ഭരതനെ പോലെ അവസാനം ഒന്ന് തെറ്റിപ്പോയാലും, മനസ്സിലായില്ലേ, എണ്ണുന്ന ജന്മങ്ങൾ കൊണ്ട് 2, 3, 4, 5, 6, 7, 8 അങ്ങനെ എണ്ണി പെട്ടെന്ന് എടുക്കാവുന്ന ഏതെങ്കിലും ഒരു സംഖ്യയിൽ തന്നെ പെട്ടാൽ അത് മഹാഭാഗ്യം. ഇതിലൊന്നിലും പെടാതിരുന്നുള്ള അവസ്ഥ എന്താ? പുനരഭി ജനനം, പുനരഭി മരണം എന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പം ഭാഗവതത്തിൻ്റെ ഓരോ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ വെച്ചിട്ടാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത്. ഇവിടെ പറഞ്ഞു വന്നത് നാളെ നമ്മുടെ സ്വധാമപ്രാപ്തി പൂജയാണ് അല്ലേ? പൊതുവിൽ
നമ്മൾ ഭാഗവതത്തിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് പോകാത്തത് കൊണ്ട് ഭാഗ്യ തലത്തിൽ ഭാഗവതത്തെ മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ടുള്ള ചില അപകടമുണ്ട്. 6 ദിവസവും യജ്ഞശാലയിൽ വന്ന് പ്രധാന പൂജകൾക്കൊക്കെ വരുന്നത് വലിയൊരു ശതമാനം ആൾക്കാരും 7ാമത്തെ ദിവസം വരാറില്ല. എന്താ കാര്യം? സ്വധാമപ്രാപ്തിയ, ഭഗവാൻ മരിച്ചു പോവുക. മനസ്സിലായില്ലേ? വൈചാരികമായി ഉയർന്നിടത്ത് നിന്ന് വീണ്ടും വൈകാരികമായ അധപ്പതനത്തിലേക്ക്, വികാരഭാവത്തിലേക്ക് വന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞു, ജനനവും മരണവും ഒക്കെ വിചാരത്തിൻ്റെ മുമ്പിലൊന്നുമല്ല. കാര്യം എന്താ? ജീവൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ജനന മരണ ചക്രങ്ങളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ വികാരങ്ങളുള്ളത് എപ്പോഴാണ്? വികാരത്തിനാണ് ഏത് വരുന്നത്? ജനനവും മരണവും ഒക്കെ ഉണ്ടാവുന്നത്. വൈകാരികതയ്ക്കാണ്. ഇവിടെ വൈകാരികതയിൽ നിന്ന് വൈചാരികതയിലേക്ക്, വികാരത്തിൽ നിന്ന് വിവേകത്തിലേക്കുള്ള പരിവർത്തനമല്ലേ ഭാഗവതം? അല്ലേ? അപ്പോൾ ഭഗവാന്റെ സ്വധാമപ്രാപ്തി പൂജ എന്തോ ദുഃഖമുള്ളതാണ് എന്നൊക്കെ ധരിച്ചു വച്ചിട്ടുണ്ട്. അതിനൊരു വലിയ അളവൂടെയൊക്കെ ഈ യജ്ഞശാലയിലും ചില ശൈലികൾ അനുവർത്തിക്കുന്നതിൻ്റെ പാളീച്ചകളും ഉണ്ടായിട്ടുണ്ട്. യജ്ഞശാലയിൽ ആ സമയത്ത് സ്വധാമപ്രാപ്തി പൂജ നടത്തുമ്പോൾ ചില തെറ്റിദ്ധാരണകളൊക്കെ വെച്ചിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന സമ്പ്രദായങ്ങൾ കണ്ടിട്ടുണ്ട്. വിഷമം തോന്നാറുണ്ട്. എന്താ സമ്പ്രദായം എന്ന് ചോദിച്ചാൽ, മണിയടിക്കാതെ പൂജിക്കുക അല്ലേ? എന്താ മണിയടിക്കരുത്? ഭഗവാന്റെ സ്വധാമപ്രാപ്തിയാണ്. പിന്നെയോ ലൈറ്റൊക്കെ കിടന്ന് എല്ലാം ഓഫ് ചെയ്യിക്കും. ഒരു ദുഃഖ സീൻ ഉണ്ടാക്കുക. ഇത് സിനിമയൊന്നും അല്ലല്ലോ. ആണോ? മനസ്സിലായോ? ഭാഗവതം ഒരു ഉന്നതമായ ഈശ്വരാനുഷ്ഠാനമാണ്, സിനിമയല്ല. ആണോ? വികാരപ്രകടനം കാണിക്കാനുള്ള കലാവേദികൾ അല്ല. പകരം ഈശ്വര ചിന്തയെ ഉണർത്താനുള്ള വേദിയാണ്. പിന്നെയോ അവിടെ മണിയടിക്കില്ല. പിന്നെ ഭഗവാന്റെ മുഖം മറച്ചു വെക്കുക അല്ലേ? കണ്ടിട്ടില്ലേ ചില സമ്പ്രദായങ്ങളൊക്കെ? എന്തോ അറിയില്ല, എങ്ങനെയൊക്കെയോ ഇങ്ങനെയുള്ള ചില ധാരണകൾ വന്നു ചേർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളിൽ ഒരു വലിയ ശതമാനം ആൾക്കാരും ഇതിന് വഴിപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ കൃഷ്ണൻ അങ്ങ് പോവുകയാണ്, അതൊരു ദുഃഖമാണ്, അത് കണ്ടാൽ ദുഃഖം വരുമെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വധാമം എന്ന വാക്കാണ് ശരിയായ തലത്തിൽ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായില്ലേ? സ്വധാമം എന്താ? ഭഗവാന്റെ സ്വധാമം എന്താ? സ്വരൂപം. കൃഷ്ണൻ്റെ സ്വരൂപം എന്താ? നാരായണ രൂപമാണ്. നാരായണ രൂപത്തിൽ നിന്ന് ഭഗവാൻ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഏത് ശരീരം സ്വീകരിച്ചത്? കൃഷ്ണ ശരീരം സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് ഭഗവാൻ വീണ്ടും ഏതിലേക്ക് തന്നെ വന്നു? നാരായണ രൂപത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഭാഗവതം കൃത്യമായിട്ട് പറയും, ഭഗവാന്റെ സ്വധാമപ്രാപ്തിക്ക് ശേഷം അവിടെ ഭഗവാന്റെ ജഡശരീരത്തിൻ്റെ അംശങ്ങൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ലയിച്ചു. പ്രപഞ്ചത്തിൽ പഞ്ചഭൂതത്തിൽ നിന്ന് സ്വീകരിച്ച ശരീരം പഞ്ചഭൂതാത്മകമായി ചേർന്നു. അതിലെ കൃഷ്ണഭാവത്തിൽ നിന്ന് ജ്വലിച്ച ആ ഒരു ചൈതന്യം നാരായണ രൂപത്തിലേക്ക് എത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ ഭാഗവതം നാരായണനെ പകരാനാണ്. മനസ്സിലായില്ലേ? കൃഷ്ണനിലൂടെ നാരായണനിലേക്ക് എത്തിക്കുകയാണ് നമ്മളെ. കൃഷ്ണരൂപം പോലും താൽക്കാലികമാണ്. കാരണം എന്താ? ഉണ്ടായതാണ്, അതില്ലാണ്ടാവും, അത് വളർന്ന് ഇല്ലാണ്ടാവും. ഇതാണ് ഉണ്ടായ വസ്തു. ദേവകിക്ക് പുത്രനായി ജനിച്ചു അല്ലേ? അവസാന ശരീരം അത് ഉപേക്ഷിച്ചു. ഇത് പ്രപഞ്ചതത്വമാണ്. അതിലൂടെയാണ് കൃഷ്ണൻ തന്നെ കടത്തിവിടുന്നത്. അപ്പം നാരായണ സ്വരൂപ ദർശനമാണ് യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ കാതല്. കാരണം എന്താ? നാരായണ സ്വരൂപം എവിടെ നിന്നും ഉണ്ടായതുമല്ല, ഒരിക്കലും നശിക്കുന്നതല്ല, ശാശ്വതമായ സത്യം, ആനന്ദം. അപ്പോൾ ആ ആനന്ദത്തെ നുകരുന്നതാണ് സ്വധാമപ്രാപ്തി. മനസ്സിലായോ? ഇവിടെ ഉണ്ടായതെന്നൊക്കെയുള്ളത് നമ്മുടെ ഭ്രമം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, വെള്ളത്തിൽ നിന്ന് ഐസ് ഉണ്ടാക്കിയെടുത്തു അല്ലേ? വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഐസിനൊരു രൂപമുണ്ട് അല്ലേ? അതിനെ എടുത്ത് നമുക്ക് സ്ഥാനത്ത് മാറ്റി വെക്കാം, എടുത്ത് എറിയാൻ സാധിക്കും. ഒരു പദാർത്ഥമായത് മാറി. ഇതേ ഐസിനെ എടുത്ത് നമ്മൾ വീണ്ടും വെള്ളത്തിലേക്ക് ചേർത്ത് വെച്ചാൽ അവിടെ ആ രൂപമില്ലാണ്ടാവും. പക്ഷേ രൂപത്തിന് ആധാരമായതുപോലെ നഷ്ടപ്പെടുന്നുണ്ടോ? ഉണ്ടോ? മനസ്സിലായില്ലേ? വെള്ളത്തിൽ നിന്ന് ഐസ് ഉണ്ടാക്കുമ്പോഴും ഐസിന് ആധാരമായത് വെള്ളത്തിൽ നിന്ന് തന്നെയാണ് സ്വീകരിച്ചത്. അതേ സ്വീകരിച്ച മുഴുവൻ സാധനത്തെയും വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ചേർന്നു. അപ്പോൾ രൂപത്തിൽ തോന്നിയതില്ലാണ്ടായി, ഇത്രയേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ സ്വധാമപ്രാപ്തി
ആനന്ദത്തോടുകൂടി, മനസ്സിലായില്ലേ? അല്ലാതെ ഭഗവാൻ കൃഷ്ണൻ എവിടെയോ പോകുന്നു എന്നുള്ള ദുഃഖത്തോടു കൂടി കാണേണ്ടത് അല്ല, ആനന്ദത്തോടു കൂടിയാണ്. ഭാഗവതം തന്നെ പറയുന്നത് എങ്ങനെയാ? ഭാഗവതം വളരെ കൃത്യമായിട്ട് പറയുന്നത്, ദേവന്മാർ വാദ്യദുന്ദുഭി നാദം മുഴക്കി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ശരീരത്തെ ഭഗവാൻ വെടിയുമ്പോൾ അല്ലെങ്കിൽ അതിനെ ലയിപ്പിക്കുമ്പോൾ ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി ആകാശത്ത് വന്നിരുന്നു. കാരണം എന്താ? ഞങ്ങൾക്ക് വേണ്ടി എടുത്ത ആ അവതാരം പൂർത്തീകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലോ ഭഗവാനെ എന്ന സന്തോഷം കൊണ്ട് അവർ പുഷ്പവൃഷ്ടി നടത്തി. അപ്സര സ്ത്രീകൾ ആനന്ദ നടനമാടി, ദേവന്മാർ വാദ്യദുന്ദുഭി നാദം മുഴക്കി ആഘോഷത്തോടു കൂടി ഭഗവാനെ വരവേക്കുക. അന്നേരമാണ് നമ്മൾ യജ്ഞശാല ഇരുന്നുകൊണ്ട് അയ്യോ പോയേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ അതുവരെയും ശരീരമല്ല, മനസ്സിലായില്ലേ? ദേഹാഭിമാനബോധം പാടില്ല. വസ്ത്രാപകരണത്തിലൂടെ ദേഹാഭിമാനബോധം ഇല്ലാതാക്കി ആത്മബോധത്തിലേക്ക് ഉയർത്തപ്പെട്ടു രാസലീലയിലൂടെ എന്നൊക്കെ പഠിച്ച ഭാഗവതം മുഴുവനും കേട്ടിട്ട് അവസാനം വന്ന് വീണ്ടും ദേഹത്തിൻ്റെ പേരിൽ കരയാനിരുന്നാൽ ഭാഗവതം മനസ്സിലായില്ലയോ? ഏതവസ്ഥയിലെത്തും? നമ്മൾ അവിടെയാണ് പാമ്പിൻ്റെ വായ്പെടുത്ത് താഴെ വരുന്നത്, മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ സ്വധാമപ്രാപ്തി ആനന്ദപൂജയാണ്. ഭാഗവതത്തിൻ്റെ പരമാനന്ദത്തിലേക്ക്, യഥാർത്ഥ ജ്ഞാനതത്വത്തിലേക്ക്. കാരണം എന്താ? കാരണം ഭഗവാന്റെ ചരിതവും പറഞ്ഞതിന് ശേഷം, ഭഗവാന്റെ പ്രധാന ലീലകളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെയാണ് യഥാർത്ഥ ഭാഗവതം ആരംഭിക്കുന്നത്. ഭാഗവതത്തിനുള്ളിൽ 2 ഭാഗവതമുണ്ട്, മനസ്സിലായില്ലേ? ഭാഗവതത്തിൻ്റെ ഉള്ളിൽ 2 ഭാഗവതമുണ്ട്. നമ്മൾ പറയില്ലേ, വീട്ടിൽ സമ്പത്തിരിപ്പുണ്ട്, വീട്ടിലെ ഫ്രണ്ട് വാതിൽ തുറന്ന സമ്പത്ത് കിട്ടുമോ? എന്ത് ചെയ്യും? അകത്ത റൂമിൽ കൊണ്ട് ഭദ്രമായി വേറൊരു വാതിലും കാണുമല്ലേ? ഭദ്രമായിട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും അത് വെച്ചേക്കുന്നത്. എന്നതുപോലെ ഭാഗവതം ഉള്ളിലേക്ക് വന്ന് മുഴുവൻ റൂമും നമ്മൾ പരിശോധിച്ച് വളരെ കൃത്യമായി പരിശോധിച്ച് പോകുന്നവൻ അതിനകത്തുനിന്ന് നേടേണ്ടത് നേടാൻ ചെന്നാൽ അവൻ അടുത്ത വാതിലും കണ്ടുപിടിക്കും, അവനത് തുറക്കുകയും ചെയ്യും, അവൻ സമ്പത്തിനെ സ്വന്തമാക്കുകയും ചെയ്യും. അതുപോലെ ഭാഗവതത്തിനുള്ളിലൊരു ഭാഗവതമുണ്ട്. ഭഗവാന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതോടുകൂടി ഭക്തിയുടെ ഭാഗവതം ഏകദേശം പൂർണ്ണമാവും. പിന്നെ ഭക്തിയാകുന്ന വീട്ടിനുള്ളിൽ ജ്ഞാനമാകുന്ന ഭാഗവതം തുറക്കും. അതാണ് ഏകാദശ സ്കന്ധം, മനസ്സിലായില്ലേ? ഈ ഏകാദശ സ്കന്ധം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ വ്യാസൻ ശ്രീകൃഷ്ണൻ്റെ കഥ വരെ പറഞ്ഞത്. അല്ല, ശ്രീകൃഷ്ണൻ്റെ കഥ പറയാനാണ് ഭാഗവതം രചിച്ചത് എന്നത് തുടക്കത്തിൽ നിങ്ങളോട് ഞാനും പറഞ്ഞതാണ്. പക്ഷെ ഇപ്പം മാറ്റി പറയുന്നത് പറഞ്ഞ വാക്കിന് ഉറപ്പില്ലാത്തത് കൊണ്ടല്ല. തുടക്കത്തിൽ അത് പറഞ്ഞ് ഭഗവാന്റെ കഥകളിലൂടെ ആനന്ദിപ്പിച്ച് രസിപ്പിച്ച്, മനസ്സിലായില്ലേ, ആ രസം പിടിച്ച് ഇവിടം വരെ എത്തിക്കണം. വ്യാസനും ചെയ്തതാ. കേൾക്കാൻ ഇമ്പമുള്ള കഥകൾ ചേർത്ത് വെച്ചു, മനസ്സിലായില്ലേ? ആ കഥകൾ കേട്ട് 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 പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ അറിയേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ചു. യഥാർത്ഥത്തിൽ അറിയേണ്ടത് എന്താ? അറിവാണ്. അപ്പോൾ ഏകാദശ സ്കന്ധം പൂർണ്ണമായും ജ്ഞാനഭാഗവതത്തെയാണ് തുറക്കുന്നത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് മുക്തിസ്കന്ധം എന്നൊക്കെ പറയും. ആ അവസ്ഥയിലേക്കും കൂടി എത്തി അതിനെയും കൂടി അറിഞ്ഞിട്ടാണ് ആ ജ്ഞാനതത്വത്തിലൂടെ പരിപൂർണമായ അറിവിൻ്റെ തലത്തെയും അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളെവിടെ എത്തുന്നത്? സ്വധാമത്തിലെത്തുന്നത്. അപ്പോൾ അവിടെ പിന്നെ ഭഗവാന്റെ ശരീരത്തെ വെടിയുന്ന ദുഃഖം എന്ന ഭാവം ഉണ്ടോ? മനസ്സിലായോ? അവിടെ എപ്രകാരമാണോ നാരായണനെ നമ്മളും ദർശിക്കണം. നാരായണ എന്ന നാമം ജപിച്ച് ശംഖചക്ര ഗദാപത്മധാരിയായി ഈ സർവപ്രപഞ്ചത്തിനും ആധാരമായി കുടികൊള്ളുന്ന ഭൂലോക വൈകുണ്ഠനാഥനായി മേവുന്ന, അല്ലേ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ദിവ്യദർശനം പോലെ ഭക്ത്യാനന്ദത്തോടുകൂടി ഭഗവാനെ അനുഭവിക്കാൻ ഭാഗവതത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കൃഷ്ണാവതാരത്തെക്കാളും രുക്മിണീ സ്വയംവരത്തെക്കാളും കുചേല സഗതിയേക്കാളും ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണേത്? സ്വധാമപ്രാപ്തി. അതുകൊണ്ട് ആ സ്വധാമപ്രാപ്തി വേളയിൽ എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവണം. നമ്മൾ വ്യാവഹാരിക തലത്തിൽ നിന്നും വൈകാരിക തലത്തിൽ നിന്നും നമ്മൾ പാരമാർത്ഥിക തലത്തിലേക്കും അതുപോലെ തന്നെ വൈചാരിക തലത്തിലേക്കും നമ്മൾ പരിവർത്തനം ചെയ്യാനാണ്
ഭാഗവതം. ആ നിലയിൽ എല്ലാ സജ്ജനങ്ങളുടെയും സാന്നിധ്യം സ്വധാമപ്രാപ്തി വേളയിൽ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്.